ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സാധാരണ ചെറിയ മെഷീനിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന മോട്ടർ, ഈ ഗാലക്സിയുടെ മോട്ടറാണ് കണ്ടോ ചെറിയ മെഷീനിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് ഈ തയ്യൽ മെഷീനിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ മോട്ടറിന് ഏതാണ്ട് 1000 രൂപയും മേളി റേറ്റാണ്. 1000, 1200 റേഞ്ച് വരും. പല ഏരിയയിലും പല വിലയ്ക്കാണ് ഇത് വിൽക്കുന്നത്. ഇത് നമുക്ക് ഒന്നഴിച്ച് ഈ മോട്ടറിൽ എങ്ങനെ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. നമുക്ക് ഇതുപോലെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ മതി. ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു നട്ടുണ്ട്. ഈ നട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ഈ നട്ട് അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ മോട്ടർ ഈ കാണുന്ന പോലെ തന്നെ കണ്ടോ, അവിടെ ആ മോട്ടറിൻ്റെ സൈഡിലൊരു പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ഹോളുണ്ട്. ആ ഹോളിലോട്ട് വേണം നമ്മളിപ്പോൾ ഊരിയ നട്ട് തിരിച്ച് അതിലോട്ട് തന്നെ ഇടുക. അതിലോട്ട് തന്നെ ഇട്ട് നമ്മൾ അത് നല്ലപോലെ വൃത്തിക്ക് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കണം. ഒരു പകുതി ഒക്കെ ടൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ കറക്റ്റ് സെറ്റാകത്തുള്ളൂ. അതിന് വേണ്ടി തന്നെ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ ഒരു ബെൽറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ആ ബെൽറ്റ് നമുക്ക് അടിയിൽ നിന്ന് മേളിലോട്ട് ഇട്ട് കൊടുക്കാം. മേളിൽ നിന്ന് ഇടരുത്, ഒരിക്കലും ടൈറ്റായിട്ട് നിൽക്കും. അടിയിൽ നിന്ന് മുകൾ ഭാഗത്തോട്ട് ഇങ്ങനെ ഇടുക, പെട്ടെന്ന് നമുക്ക് കയറ്റിയിടാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ ഇട്ടതിന് ശേഷം മോട്ടറിൻ്റെ ആ പുള്ളിയിലോട്ട് ആ ബെൽറ്റ് പിടിപ്പിക്കണം. ഇങ്ങനെ കണ്ടോ, ആ പുള്ളിയിലോട്ട് പിടിപ്പിച്ചിട്ട് വലിച്ചു നിർത്തണം. അധികം വലിക്കരുത്, ഒത്തിരി വലിച്ചാൽ ഒത്തിരി ടൈറ്റായി പോകും. ഒരു മീഡിയം അളവിന് നമുക്കിത് കറങ്ങണം. അതിന് വേണ്ടി എന്നിട്ടൊന്ന് കറക്കി നോക്കണം. വീലൊക്കെ നമുക്കുണ്ടോ, കണ്ടോ കറക്റ്റ് സെറ്റാണോ എന്ന്. കറക്റ്റ് കുഴപ്പമില്ല ഇപ്പം. എന്നിട്ട് അതിന് ശേഷം അടിയിലെ നട്ട് നല്ല വൃത്തിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ലൂസാകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നിന്നോളും. ഇപ്പം നല്ല ടൈറ്റായിട്ടുണ്ട്. ഇത് മതി. ഇപ്പം മോട്ടറിന് ഇളക്കമൊന്നുമില്ല. അതൊന്ന് പിടിച്ച് നോക്കുന്നത് കണ്ടോ, മോട്ടറിന് ഇളക്കമൊന്നുമില്ല. സിമ്പിളായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടോ വീലിന് നല്ല കറക്കമുണ്ട്. ഉണ്ടോ, ഇപ്പോൾ കുഴപ്പമില്ല. വീലൊന്ന് കറക്കി നോക്കിയപ്പോൾ കണ്ടോ, നല്ല അത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, സംഗതി നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടറിൻ്റെ ആ റെഗുലേറ്റർ കണക്ട് ചെയ്തിട്ട് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്നേ. റെഗുലേറ്റർ നമുക്ക് ഇവിടെ കണക്ട് ചെയ്തു. ഇനി പ്ലഗിലും കൂടെ കുത്തി ഓക്കെ ആയി. ഇതേ മെഷീൻ ഇപ്പം നല്ലതുപോലെ കറങ്ങും. നോക്കിയോ, ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് കറങ്ങുന്നുണ്ട്. സൗണ്ടൊന്നുമില്ല. നല്ല മോട്ടറാണ്. മെഷീന് സർവീസ് ചെയ്ത് നല്ല വെച്ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നല്ലതായിട്ട് ഓടുന്നുണ്ട്. നല്ല സൂപ്പറായി. ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് മോട്ടർ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പുതിയ മോട്ടറുകൾ നമ്മുടെ സാറിൻ്റെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ മെഷീനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ തന്നെ കണ്ടോ കാര്യങ്ങൾ. ഇത് ഈ നട്ടഴിക്കുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ബെൽറ്റ് അടിയിൽ കൂടെ കൊടുത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.